ഓരോ കേസിന്റെയും പ്രത്യേകത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ദുരൂഹതയാണ് ആ കൊലപാതകം. കഴുത്ത് ഞെരിച്ചാണ് ആ അമ്മയും മകളെയും കൊന്നു എന്ന് പറയുന്നു. ആദ്യത്തെ പെൺകുട്ടിയെയും വിദ്യയെയും കഴുത്ത് ഞെരിച്ചാണ് കൊന്നതെന്ന് പറയുന്നു. ഇടയ്ക്ക് തന്റെ ഒരു പ്രേമവാചനം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നെങ്കിലും അവളോടൊപ്പം താമസിക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ ഭാര്യയെ കൊന്നതെങ്കിലും അത് തീർച്ചയായിട്ടും രണ്ടാമത്തെ വിവാഹവും നടന്നില്ല. അവളുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു. ഇയാൾക്ക് 2 കുട്ടികളുണ്ട്. ആദ്യത്തെ ഭാര്യ വിദ്യയില്. ആ 2 കുട്ടികളെ വിദ്യയുടെ വീട്ടുകാർ തന്നെയാണ് നോക്കുന്നത്. ആ വിദ്യയെ കൊന്ന ശേഷം ആ കുട്ടികളുമായിട്ട് ഇയാൾക്ക് യാതൊരു ബന്ധവുമില്ല. ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണ് അടുത്ത ഒരു സ്ത്രീയുമായിട്ട് രേഖയുമായിട്ട് അടുപ്പമായി 5 മാസം അവരോടൊപ്പം വീട്ടിൽ താമസിക്കുകയും അവരെ അവസാനം കൊന്നിട്ട് പോവുകയും ചെയ്യുന്നു. ഇതുപോലെ കേരളത്തിലെ എവിടെയൊക്കെ പോയി ഇയാൾ വിവാഹം കഴിച്ചിട്ടുണ്ട്, അവരെ ആൾക്കാരെ കൊന്നിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തതയില്ല, കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇയാൾ ഒരു കൊലയാളി തന്നെയാണ്. കൊല ചെയ്യുന്നതിൽ രസം കാണുക, അതിന് വലിയ അനുഭൂതി കിട്ടുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്ന് ചെയ്ത് അതിൽ നിന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം അടുത്ത 2 കൂടെ ഒന്നിച്ച് ചെയ്യുകയാണ്.